കെ സുധാകരന് കേസിൽ ബന്ധമില്ല എന്ന് മോൻസൺ. ആർക്കെല്ലാം പങ്കുണ്ടെന്ന് ഇഡിയെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ PS വരെ ഇടപെട്ട കേസാണിതെന്നും മോൻസൺ പറഞ്ഞു. കോടതിയിൽ കൊണ്ടുവന്നപ്പോഴാണ് മോൻസൺ മാവുങ്കലിന്റെ പ്രതികരണം. ആരോപണ നിഴലിൽ നിൽക്കുന്ന സർക്കാരും കേസുകളുടെ കുരുക്കിൽപ്പെട്ട പ്രതിപക്ഷവും. സംസ്ഥാനത്തെ ഇപ്പോഴത്തെ അത്യസാധാരണ രാഷ്ട്രീയ സാഹചര്യത്തെ ഇങ്ങനെ ചുരുക്കി പറയാം. സർക്കാരിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയെങ്കിലും അതൊന്നും വകവയ്ക്കാതെയാണ് സർക്കാരിന്റെ പോക്ക്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനുമെതിരായ അന്വേഷണങ്ങളിലൂടെ പ്രതിപക്ഷത്തിന് തിരിച്ചടി നൽകുകയാണ് സർക്കാർ. ഗ്രൂപ്പ് പോലെ ശക്തമായ കോൺഗ്രസ് ആകട്ടെ സർക്കാരിനെതിരെ ഒറ്റക്കെട്ടായി നീങ്ങാനുള്ള കരുത്ത് ചോർന്ന നിലയിലുമാണ്. തുടർച്ചയായ അഴിമതി ആരോപണങ്ങൾ, സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിൽ പലതും സംശയ നിഴലിൽ. അതിനപ്പുറം SFI എന്ന വിദ്യാർത്ഥി സംഘടന CPM-നെ തുടർച്ചയായി ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ വേറെയും. ഏതു സർക്കാരും ആടിയുലയുന്ന രാഷ്ട്രീയ സാഹചര്യം. എന്നാൽ സംസ്ഥാനത്ത് പിണറായി സർക്കാരിനെ ആ രീതിയിൽ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതിനുത്തരം ഇല്ല എന്ന് തന്നെയാണ്. വിജിലൻസ് കേസിൽ പ്രതിയായ പ്രതിപക്ഷ നേതാവ്, പുരാവസ്തു തട്ടിപ്പ് കേസിൽ പ്രതിയായ KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സർക്കാരിനും ഭരണമുന്നണിക്കും ആയുധമായി മാറുകയാണ് പ്രതിപക്ഷത്തെ പ്രധാനികൾക്കെതിരെയുള്ള അന്വേഷണങ്ങൾ. രാഷ്ട്രീയ പകപോക്കലെന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിന് സർക്കാർ നീക്കത്തെ പ്രതിരോധിക്കാം. എങ്കിലും അതിന് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ എത്രത്തോളം പിന്തുണ ലഭിക്കുമെന്ന് കണ്ടറിയണം. വലിയ ആരോപണങ്ങൾ നേരിടുമ്പോഴും സർക്കാരിനെ ഒരു പരിധിക്കപ്പുറം പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസിനും പ്രതിപക്ഷ മുന്നണിക്കും കഴിയാതെ പോകുന്നതിന് കാരണം തമ്മിലടി തന്നെയാണ്. മുൻനിര നേതാക്കൾ തന്നെ മുന്നിട്ടിറങ്ങി ഗ്രൂപ്പ് കളിക്കുന്ന കോൺഗ്രസ് സംഘടന എന്ന നിലയിൽ അങ്ങേയറ്റം ക്ഷീണാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിനും പാർട്ടി പ്രസിഡന്റിനുമെതിരെയുള്ള കേസുകളെ ഒറ്റക്കെട്ടായി നേരിടാൻ കോൺഗ്രസ് പാർട്ടിക്ക് പരിമിതികളുണ്ട്. മുഖ്യ പ്രതിപക്ഷ പാർട്ടിയിലെ ഈ അനൈക്യം തന്നെയാണ് വലിയ അർത്ഥത്തിൽ സർക്കാരിന്റെ ശക്തി. സമീപകാലത്തൊന്നും ഒരു ഇടതുമുന്നണി സർക്കാരും നേരിടാത്തത്ര ആരോപണങ്ങളാണ് രണ്ടാം പിണറായി സർക്കാരിന് 2 വർഷത്തിനുള്ളിൽ നേരിടേണ്ടി വന്നത്. സർക്കാരിന്റെ പ്രധാന വികസന പദ്ധതികളൊക്കെ പ്രതിപക്ഷം സംശയ നിഴലിലാക്കി. തുടർച്ചയായ തെളിവുകൾ നിരത്തി പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും സർക്കാരിനെ കടന്നാക്രമിച്ചു. സംസ്ഥാനത്തിന്റെ ശുഷ്കമായ ഖജനാവ് ചൂണ്ടിക്കാട്ടിയും വിമർശനങ്ങളുണ്ടായി. അതിനു പുറമെയാണ് SFI ഉൾപ്പെടെയുള്ള ബഹുജന സംഘടനകൾ CPM-ന് നിരന്തരമുണ്ടാക്കുന്ന തലവേദന. ഇത്രയുമായിട്ടും പതറാതെ മുന്നോട്ടു പോകാൻ സർക്കാരിന് കരുത്തു നൽകുന്നത് പ്രതിപക്ഷം തീർത്തും ദുർബലമെന്ന തിരിച്ചറിവാണ്. അഴിമതി ആരോപണങ്ങളിലൂടെ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ലക്ഷ്യമിട്ടുള്ള പ്രതിപക്ഷ നീക്കങ്ങൾക്ക് സർക്കാരിന്റെ മറുപടി കൂടിയാണ് ഇപ്പോഴത്തെ അന്വേഷണങ്ങൾ. VV അരുൺ, News 18, തിരുവനന്തപുരം.